മന്ത്രിയെ മന്ത്രിസഭയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഏറ്റവും വലിയ തെറ്റ് ചെയ്തത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി എല്ലാ സംരക്ഷണവും ഈ ഗണേഷ് കുമാറിന് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ തന്റെ മന്ത്രിസഭയിൽ കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇത് കേരളത്തിന്റെ പൊതുരംഗത്തിനേറ്റ ഒരു വലിയ ശക്തമായ ഒരു അടിയാണ്. പത്തനാപുരം നഗരം ഇന്ന് അക്ഷരാർത്ഥത്തിൽ സ്തംഭനാവസ്ഥയിലായിരുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പത്തനാപുരം MLAയും ഗതാഗത വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ഗണേഷ് കുമാറിന്റെ ഓഫീസിലേക്കും വീടിലേക്കും നടന്ന വലിയ രീതിയിലുള്ള ബഹുജന മാർച്ചും പ്രതിഷേധ റാലിയുമായിരുന്നു. കോൺഗ്രസ് നേതാവ് KC രാജന്റെ നേതൃത്വത്തിലാണ് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത്. ഏതായാലും മണിക്കൂറുകളോളം നിന്ന ഈ ഒരു പ്രതിഷേധ പ്രകടനം വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയ്ക്ക് കളമൊരുക്കുകയായിരുന്നു. ഏതായാലും ശനിയാഴ്ചയോടുകൂടിയാണ് KB ഗണേഷ് കുമാറിന്റെ വസതിയിൽ നിന്നും സഭ്യമല്ലാത്ത രീതിയിലുള്ള ചില വാർത്തകൾ പുറത്തു വന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി KB ഗണേഷ് കുമാറിന്റെ ഭാര്യ തന്റെ സ്വവസതിയിൽ വെച്ച് ഭർത്താവിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ, വളരെ മോശമായ സാഹചര്യത്തിൽ കാണുന്നു. ഈ സാഹചര്യത്തിൽ അവർ നിയമ സംവിധാനങ്ങളെ, അതായത് 112ലേക്ക് വിളിക്കുന്നു. പോലീസിന്റെ സംവിധാനങ്ങളോ അല്ലെങ്കിൽ പോലീസിന്റെ കീഴിലുള്ള മറ്റൊരു സംരക്ഷണവും ഒരുക്കാൻ ആരും തയ്യാറാകുന്നില്ല. ഈ അവസരത്തിലാണ് മനോവിഷമത്തിൽ KB ഗണേഷ് കുമാറിന്റെ ഭാര്യ മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത്. തൻ്റെ വസതിയിൽ വെച്ച് തന്നെ ഇങ്ങനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ മന്ത്രിയെ കണ്ടുവെന്നും അതോടൊപ്പം തന്നെ അതിൻ്റെ ഫോട്ടോകളും തെളിവുകളും കയ്യിലുണ്ടെന്നുമാണ് ഇവർ തുറന്നു പറഞ്ഞത്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയമായ മുതലെടുപ്പ് ആണെന്നാണ് KB ഗണേഷ് കുമാർ പ്രതികരിച്ചതെങ്കിലും ഫോട്ടോ സഹിതമുള്ള ചില തെളിവുകൾ സമർപ്പിക്കാൻ തയ്യാറായതോടുകൂടി മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഏതായാലും ഇന്ന് 11 മണിയോടുകൂടി ക്യാബിനറ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് പത്തനാപുരത്ത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത്. ഈ മാർച്ചിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഏതായാലും വനിതാ പ്രവർത്തകരടക്കമുള്ളവർക്ക് ഈ ഒരു മാർച്ചിൽ പരിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് ഈ വനിതാ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ കണ്ടു. അതോടൊപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമുണ്ടായി പ്രവർത്തകരെ. ഏതായാലും ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ മന്ത്രി രാജിവെക്കേണ്ട ഒരു സാഹചര്യത്തിൻ്റെ ഏകദേശം വലിയ ഒരു അവസ്ഥയിലേക്ക്, അതായത് രാജി വെക്കും എന്നുള്ളതിൻ്റെ ഏകദേശം ഒരു 90% സാധ്യത മുന്നിൽ നിൽക്കുമ്പോഴാണ് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള പിണക്കമായിരുന്നെന്നും ഇതൊരു കുടുംബ പ്രശ്നമാണെന്നുമൊക്കെ ഇവർ പറയുന്നത്. ഏതായാലും ഇവർ തമ്മിലുള്ള പ്രശ്നം ഒത്തുതീർപ്പായെങ്കിലും കോൺഗ്രസ് ഇത് വലിയ രീതിയിൽ മുതലെടുത്തിട്ടുണ്ട്. കാരണം വരാനിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിന് അനുകൂലമാകുന്ന രീതിയിലാണ് ഇപ്പോൾ KB ഗണേഷിന്റെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഭാര്യയുടെയും ഭാഗത്തു നിന്ന് വ്യക്തമായ പരാതി ഈ മന്ത്രിക്കെതിരായി ഉണ്ടായിരിക്കുകയാണ്. ഇപ്പൊ കേൾക്കുന്നത് അവർ തമ്മിൽ പൊരുത്തപ്പെട്ടു എന്നാണ്. ഗണേഷ് കുമാർ ക്ഷമ പറഞ്ഞു, ഭാര്യ അത് സ്വീകരിച്ചു. എനിക്കിനി യാതൊരു പരാതിയില്ലാതെ. ഇതവര് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ളൊരു പ്രശ്നമല്ല. ഇത് കേരളത്തിന്റെ പൊതുരംഗത്തിനേറ്റ ഒരു വലിയ ശക്തമായ ഒരു അടിയാണ്. അതായത് ഒരു മന്ത്രി നേരിട്ട് അവിഹിത വീഴ്ച നടത്തുകയും സ്വന്തം വീട്ടിൽ അത് ഭാര്യ കാണുകയും ചെയ്ത് ഭാര്യ പരാതി പറഞ്ഞിട്ടുള്ളൊരു സംഭവം. എന്നിട്ട് അദ്ദേഹം തന്നെ പരസ്യമായി പറയുന്നു, എനിക്ക് പ്രണയമുണ്ട്, ഞാൻ 5000 പേരെ പ്രണയിക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇതൊക്കെ പറയുന്ന ഒരു മന്ത്രിയെ മന്ത്രിസഭയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഏറ്റവും വലിയ തെറ്റ് ചെയ്തത്. ഏതായാലും ഈ സംഭവങ്ങളൊന്നും തന്നെ ഉടനെ ഒന്നും കെട്ടടങ്ങുന്നില്ല. കാരണം നിലവിൽ ഇന്നത്തെ പ്രതിഷേധ മാർച്ച് ഒരു ചെറിയ വെടിക്കെട്ട് മാത്രമാണ്, വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ പത്തനാപുരത്തെ മാർച്ചിന് പുറമെ ഇനി BJPയുടെയും മറ്റ് സംഘടനാ പ്രവർത്തകരുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് ഇപ്പോൾ ഇവർ തുടക്കമിടാൻ പോകുന്നത്.